ഹായ് ഒരുവൻ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 33 ആണ്. ഉൽപ്പത്തി 33-ാം അധ്യായം. അവിടെ ഏശാവ് യാക്കോബും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു കാര്യം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ യാക്കോബ് കുറേ ഗിഫ്റ്റ്സൊക്കെയും ഏശാവിനായിട്ട് അയച്ചു. അതിനുശേഷം പിന്നീട് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ, ഈ 33rd ചാപ്റ്റർ തുടങ്ങുമ്പോൾ അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏശാവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും, അതുപോലെ ആ സമയത്ത് യാക്കോബിൻ്റെ മനസ്സിലൂടെ എന്തൊക്കെ കടന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ യാക്കോബിൻ്റെ ചിന്ത നമ്മൾ നോക്കുമ്പോൾ യാക്കോബ് വളരെ ഭയത്തോടെയാണ് ഏശാവിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഏശാവ് ഒരു 400 ആൾക്കാരെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും യാക്കോബിൻ്റെ മനസ്സിൽ പേടിയാണുള്ളത്. തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ദാസിമാരെയും തൻ്റെ മക്കളെയും തൻ്റെ സ്വത്തുക്കളായിട്ട് കൊണ്ടുവന്ന എല്ലാത്തിനും നശിപ്പിച്ച് കളയുമോ എന്നുള്ളൊരു ചിന്ത തനിക്കുണ്ട്. തന്നെയും അപകടപ്പെടുത്തി കളയുമോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെ ഒരു പേടിയോടെയാണ് ചെല്ലുന്നത്. അപ്പോൾ ഏശാവ് 400 ആൾക്കാരുമായിട്ട് വരുന്നത് കണ്ടപ്പോഴേക്കും യാക്കോബ് അവരെ തരം തിരിച്ച് ആദ്യമേ ഏശാവിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആൾക്കാരെ വേർതിരിച്ച് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം താൻ ആദ്യം ചെയ്തത് തൻ്റെ ദാസിമാരുടെ മക്കളെ മുന്നേ നിർത്തി. അതിനുശേഷം താൻ ലേയുടെ മക്കളെ നിർത്തി. പിന്നെ അതിൻ്റെ പുറകെ റേച്ചലും ജോസഫും അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. അതിൽ തന്നെ തൻ്റെ മക്കളുടെ മേലുള്ള ഒരു പാർഷ്യാലിറ്റി, തൻ്റെ മക്കളും ഭാര്യമാരുടെ മുകളിലുള്ള പാർഷ്യാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം താൻ ആദ്യം തൻ്റെ വേലക്കാരികളെയും തൻ്റെ മെയ്ഡായിട്ടുള്ളവരെയും അതുപോലെ അവരുടെ മക്കളെയും മുന്നിൽ നിർത്തി, അവരിലൂടെ ഉണ്ടായ മക്കളെയും മുന്നിൽ നിർത്തി. അപ്പോൾ അഥവാ ഏശാവ് ആക്രമിച്ചാലും തൻ്റെ വേലക്കാരിലൂടെ തനിക്കുണ്ടായ മക്കൾ മരിച്ചാലും, അല്ലെങ്കിൽ തൻ്റെ വേലക്കാരികൾ മരിച്ചാലും തനിക്ക് അതിലൊരു ദുഃഖമില്ല എന്നുള്ളത്, തനിക്കത് ദുഃഖമില്ലെന്നല്ല, തനിക്ക് അത് അത്രയ്ക്കൊരു പ്രയോറിറ്റി അല്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം അതിനുശേഷമാണ് താൻ ലേയിലുണ്ടായ മക്കളെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നത്തെ വെച്ച് കഴിഞ്ഞാൽ അവർക്കാണെങ്കിൽ മറ്റവരെക്കാൾ ഇച്ചിരി പ്രയോറിറ്റി ലേയ്ക്കുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ആർക്കാവുള്ളതെന്ന് അതിന് മുന്നിൽ പുറകെ നിൽക്കുന്നവരെ, അത് മറ്റവരല്ല, റേച്ചലും ജോസഫും. അപ്പം ഇവരെ രണ്ടുപേരെയും ആണ് യാക്കോബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ആക്രമിക്കപ്പെടുന്നത് തൻ്റെ ദാസിമാരും അതുപോലെ അവരിലൂടെ തനിക്കുണ്ടായ മക്കളുമായിരിക്കും. ആ സമയത്ത് ബാക്കി എല്ലാവർക്കും ഓടി രക്ഷപ്പെടാമല്ലോ എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക. എന്നിട്ടും താൻ പിന്നെ ചെയ്തത്, താൻ ഒടുവിൽ അതിൻ്റെ മുന്നിലൂടെ തന്നെ നടക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ താൻ മുന്നിലൂടെ നടക്കുന്നപ്പോൾ താൻ ഏശാവിനെ കാണുന്നത് തൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയുള്ളത്. കാരണം താനാണ് എല്ലാ തെറ്റും, ഏശാവിനെതിരെ താൻ കുറേ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഏശാവ് എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളൊരു പേടി തൻ്റെ മനസ്സിലുണ്ട്. ദൈവം കൃത്യമായിട്ട് പറഞ്ഞത്, നീ പേടിക്കണ്ട, ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം ഓൾറെഡി ഒരു പ്രോമിസ് കൊടുത്തിട്ടും അതങ്ങോട്ടൊന്നും പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റാതെ താൻ അവിടെ ആ രീതി കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഒടുവിൽ അവർ രണ്ടുപേരും കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഭയത്തോടെ യാക്കോബ് ചെന്നു എങ്കിൽ പോലും ഏശാവ് തന്നെ വളരെ സ്നേഹത്തോടെയാണ് തന്നെ സ്വീകരിച്ചു. താൻ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരയുന്നു, രണ്ടുപേരും തന്നെ ഉമ്മ കൊടുക്കുന്നു. അതെല്ലാം കൂടെ ആയി. കാരണം ഏശാവ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ഏശാവിനെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഏശാവ് സംഭവിച്ച കാര്യങ്ങളെ പറ്റി ഓർത്തും താൻ പിന്നെ അതിനെപ്പറ്റി ഓർത്ത് അങ്ങനെ ഭാരപ്പെടാൻ താൻ തീരുമാനിച്ചില്ല. അല്ലെങ്കിൽ തൻ്റെ അനിയനോടുള്ള ആ ഒരു ദേഷ്യം താൻ അവിടെ മറന്ന് ടൈം ഹീൽസ് ഓൾ വൂൺസ് എന്നിങ്ങനെ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അതുകൊണ്ട് മാത്രമല്ല, ഉറപ്പായിട്ടും ദൈവമാണ് അവിടെ ഏശാവിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചത്. എന്നാൽ പോലും അത്രയും സമയവും സാധാരണ കാലഘട്ടങ്ങളൊക്കെ കഴിയുകയും ചെയ്തു, ദൈവവും പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഏശാവിന് തനിക്കുണ്ടായ ആ ഒരു ദുഃഖത്തിൽ നിന്നും ഒരു ആശ്വാസം കണ്ടെത്തുവാനായിട്ട് ഏശാവിനിടയായി തീർന്നു. അതുപോലെ തന്നെ അങ്ങനെ ഏശാവ് തൻ്റെ സഹോദരനെ പൂർണ്ണ മനസ്സോടെ താൻ അവിടെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അപ്പോൾ താൻ പറയുന്നുണ്ട്, അപ്പോൾ ഏശാവ് പറയുന്നുണ്ട്, എന്താണ് നേരത്തെ അയച്ച ഗിഫ്റ്റൊക്കെ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ യാക്കോബ് പറയണം, എന്നോട് കൃപ തോന്നുവാനായിട്ട് ഞാൻ അങ്ങേക്ക് തന്നിരിക്കുന്നത്. താൻ തൻ്റെ ബ്രദറിനോട് റെസ്പെക്റ്റോടെയാണ്, താൻ തൻ്റെ ബ്രദറിനെ ലോഡ് എന്നാണ് വിളിക്കുന്നത്. താൻ തൻ്റെ ബ്രദർ തന്നെക്കാളും വലിയവനാണ് എന്നുള്ള രീതി മനസ്സിലാക്കിയാണ് താൻ തൻ്റെ
ബ്രദറിനോട് തന്നെക്കാട്ടും വലിയ സ്ഥാനം തൻ്റെ ബ്രദറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മൈ ലോഡ് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെക്കാൾ വലിയ സ്ഥാനം താൻ ബ്രദറിന് താൻ കൊടുത്തു. അങ്ങനെ താൻ ആ രീതിയിൽ താൻ ബ്രദർ ഏശാവിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഏശാവിനോട് പറഞ്ഞു, ഇത് താങ്കൾക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്, എന്നെ എൻ്റെ കുടുംബത്തൊന്നും ചെയ്യാതിരിക്കുവാനായിട്ട്. അപ്പോൾ ഏശാവ് പറഞ്ഞു, എനിക്ക് കുറേ ഉണ്ട്, എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ യാക്കോബ് നിർബന്ധിക്കുകയാണ് ആ ഗിഫ്റ്റ് എടുക്കുവാനായിട്ട്. അങ്ങനെ ഒടുവിൽ ആ നിർബന്ധം മൂലം ഏശാവ് ഒടുവിൽ ആ ഗിഫ്റ്റ് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് സിറിയ എന്ന സ്ഥലത്തിലേക്ക് പോകുവാനായിട്ട് അവരവിടെ പറയുന്നു. അപ്പോൾ യാക്കോബ് പക്ഷെ വരാമെന്ന് പറഞ്ഞിട്ട് യാക്കോബ് പക്ഷെ മറ്റൊരു സ്ഥലത്തിലോട്ടാണ് പോയത്. മറ്റൊരു സ്ഥലത്തിലോട്ട് പോകുന്നു. അവിടെ ചെറിയൊരു ഒരു 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 തെറ്റ് അവിടെ യാക്കോബ് അവിടെ ചെയ്യുന്നുണ്ട്. കാരണം ഏശാവ് തൻ്റെ കൂടെ വരുവാനായിട്ടാണ് ഏശാവ് യാക്കോബിനെ ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ യാക്കോബ് വരാമെന്ന് പറഞ്ഞ് ഏശാവിനെ മുൻപ് വിട്ടു. അത് മറ്റൊന്നും കൊണ്ടല്ല, ചെറിയൊരു പേടിയും കാണുമായിരിക്കും, ഇതൊക്കെ ഇത്രയും സംഭവിച്ചു എന്നാൽ പോലും ഏശാവിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ യാക്കോബിന് ആ സമയത്ത് അവിടെ കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ യാക്കോബ് ഏശാവിൻ്റെ കൂടെ പോകാതെ, ഏശാവിൻ്റെ കൂടെ ഏശാവ് താമസിക്കുന്നിടത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടും താൻ വേറെ സൂക്കോത്ത് എന്നുള്ള സ്ഥലത്തിലേക്ക് താൻ അവിടെ നിന്ന് പോകാനായിട്ട് ഇടയായി തീർന്നു. താൻ അവിടെ സെറ്റിൽ ചെയ്തു. പിന്നീട് താൻ ശേഖേമിൻ്റെ അടുക്കിലേക്ക് താൻ മാറി താമസിക്കുന്നത്. പക്ഷേ ഏശാവിൻ്റെ അടുക്കിലേക്ക് താൻ അവിടെ പോകാന്നുള്ളത് താൻ അവിടെ പോയില്ല. അത് ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചു. എങ്കിൽ കൂടി നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് പുറകോട്ടൊന്ന് മൊത്തമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ താൻ ആ സമയത്ത് തൻ്റെ അപ്പനെയും തൻ്റെ ബ്രദറിനെയും ഒക്കെ ഒന്ന് ചീറ്റ് ചെയ്യാതെ ആയിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ലതായിട്ട് മുൻപോട്ട് പോകുമായിരുന്നു. പക്ഷെ താൻ തൻ്റെ വളഞ്ഞ വഴിയിലൂടെ താൻ പല കാര്യങ്ങളും ചെയ്തു. അതൊക്കെ ചെയ്തുകൊണ്ട് തനിക്ക് ലാഭാനം പറ്റിക്കപ്പെടേണ്ടി വന്നു. ഒടുവിൽ താൻ ഇവിടെ വന്നപ്പോൾ താൻ വല്ല ഭയത്തോടെയും ടെൻഷനോടെ എല്ലാം കൂടെ വന്നു. അപ്പോൾ ഈ അൺനെസസറി ആയിട്ടുള്ള പല പ്രോബ്ലംസ് വരാനായിട്ട് യാക്കോബിന് അവിടെ സംഭവിക്കാൻ കാരണം താൻ അത് ദൈവത്തെ ആശ്രയിക്കുക തൻ്റെ സ്വന്തം കാര്യത്തിൽ സ്വന്തം ബുദ്ധിയിൽ അത് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ സംഭവിച്ച കാര്യം നമ്മൾക്കും ഒരു എൻകറേജ്മെൻ്റ് ആകട്ടെ. മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നമ്മളുടെ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി അതിലേക്ക് കൊണ്ടുവരാതെ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുവാനായിട്ട് അതിന് നമ്മളെ തന്നെ ഒരുക്കാൻ ദൈവം സഹായിക്കട്ടെ. കാരണം ദൈവത്തിന് മാത്രം ഒരു വലിയ ബിഗ് പിക്ചർ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെറിയ ഒരു ഐഡിയയിൽ, നമ്മൾ ചെറിയൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇത് ശരിയാകും, അല്ലെങ്കിൽ അതുവഴി പോയാൽ ശരിയാകും, അത് ചെയ്തതിന് ശരിയാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വലിയ കാഴ്ചപ്പാടിൽ തനിക്കറിയാം എന്താണ് നല്ലതെന്നുള്ളത്. അതാണ് ദൈവം നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് എത്തുവേണ്ടത് നമ്മളെ ഇടയാക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ പെടുമാറാകട്ടെ.